ഭാഗമായിട്ട് നമുക്ക് അബ്ബാസ് കുഞ്ഞിമംഗലം എന്ന് പറഞ്ഞ സൈറ്റിൽ ടൈല് ഇന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ബില്ലാണ്. അപ്പോൾ അതിൻ്റെ കസ്റ്റമർ വന്നിട്ടില്ല, പണിയെടുക്കുന്ന ഷൈജോട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിജു ചെമ്പ് എന്റെ പേര് താഹന്നാണ്. ഞാൻ നമ്മുടെ ബിജുവേട്ടൻ, നമ്മളെല്ലാവരും ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിന്റെ ഭാഗമാണ്. BNA എന്ന് പറയും, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ BNAയുടെ പയ്യൂർ ചാപ്റ്റർ മെമ്പേഴ്സാണ് നമ്മളെല്ലാവരും. ഞാൻ അതിന്റെ പ്രസിഡന്റ് ആണ്. ഇന്ന് നമ്മുടെ 3 വാർഷികം ആഘോഷിച്ച ഈ ഒരു നിമിഷത്തിൽ ഇങ്ങനൊരു പരിപാടി നടത്താൻ പറ്റില്ല, വളരെയധികം സന്തോഷം. ഞാൻ നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന് 2 പേരെ പരിചയപ്പെടുത്താം. ഇത് ഡോക്ടർ AM ഷെരീഫ്, ഇദ്ദേഹം കണ്ണൂർ, കാലിക്കറ്റ്, വയനാട്, കാസർഗോഡ് എന്നീ 4 ജില്ലകളുടെയും എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അതുപോലെ മറ്റൊരു എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഡോക്ടർ ഷിജു ചേമ്പ്ര. അപ്പം ഇവർ 2 പേരാണ് ഇന്ന് അതിഥികളായിട്ട് വന്നിട്ടുള്ളത്. അപ്പം അവരെ കൂടെ നിങ്ങൾ എല്ലാവരും കൂടെ ഇത് പങ്കെടുക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷം. ഇതിലേക്ക് 2 വാക്ക് സംസാരിക്കട്ടെ ഡോക്ടർ. നമസ്കാരം. സത്യം പറഞ്ഞാല് ഈ കാറിന്ന് ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇത്ര വലിയ ഷോറൂം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചത് ചെറിയൊരു ഷോറൂമാണ് എന്ന രീതിയിലാണ് കണ്ടത്. ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മനോഹരമായിട്ടുള്ള, വളരെ സെലക്ഷനുള്ള, വളരെ ഭംഗിയായിട്ട് ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് ഓരോ വ്യക്തികൾക്കും, ഓരോ കസ്റ്റമർ, ഓരോ ആർക്കിടെക്റ്റിനോ വ്യക്തമായി നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഷോറൂമായിട്ടാണ് കൊണ്ടുവന്നത്. ഏറ്റവും ഒരു കോഴിക്കോട് പോലെയുള്ള സ്ഥലത്തുള്ള ഷോറൂം പോലെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇത് കാണാനും അത് വാങ്ങിക്കാനും കാര്യങ്ങൾ നടപ്പിലാക്കാനും വളരെ എളുപ്പമായി. അതോടൊപ്പം എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് കൂടെ നിങ്ങളൊരു കിച്ചൺ അവരും കൂടെ ചെയ്ത് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി കൂടെ, അത് 10-16 വർഷമായിട്ട് ഉള്ളതാണെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു ഷോറൂമിനെ കാണുമ്പോൾ എല്ലാ ഏകദേശം നമുക്ക് ആവശ്യമുള്ള എല്ലാ കമ്പനീന്റെ ആൾക്കാരുമായിട്ടും എല്ലാ പ്രോഡക്റ്റും സർവീസും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് BNA മെമ്പർ ആയതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ സ്റ്റേജിൽ കാണുന്ന സമയത്ത് വ്യക്തമായി പുള്ളിന്റെ ഓരോ ആക്ഷൻ ഞാൻ മനസ്സിലാക്കി നിൽക്കുകയാണ്. ചില ഇരിക്കാൻ പറഞ്ഞ് നിൽക്കുക. ആ ഒരു കമ്മിറ്റ്മെന്റ് ആണ് ബിജുവിന്റെ അടുത്ത് കണ്ടത്. എനിക്ക് തോന്നുന്നു അതും ഈ ബിസിനസ്സിന് കൂടെ പഠിച്ചതാണോ എന്ന് എനിക്കറിയില്ല. വളരെ ഡെഡിക്കേറ്റഡ് ആണ്. സ്റ്റോപ്പ് നേരത്തെ സ്റ്റോപ്പാണ്, നിൽക്കുന്നത്. അപ്പൊ ഞാൻ അത് എല്ലാവർക്കും പറ്റുമല്ലോ. എന്തറിയോ, നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ, പ്രത്യേകിച്ച് എന്റർടൈൻമെന്റ് ഭാഗത്ത് ചെയ്യാൻ പറഞ്ഞോ, തമാശയിട്ട് എടുക്കുക. കാര്യം എന്താണ്, ബിസിനസ് എന്താണ് അറിയാത്ത ഒരു കൂട്ടം ആൾക്കാരാണ്. പക്ഷെ അദ്ദേഹം അവിടെ വളരെ പ്രൊഫഷണൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിവിടെ കാണാനുണ്ട്. ആ രീതിയിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോട്ടെ, പന്തലിച്ച് വളരട്ടെ. ഇവിടെ എനിക്ക് ഓരോ BNA മെമ്പേഴ്സും കഴിവില്ല പരമാവധി ഇന്ന് തന്നെ ആളുകളാക്കാൻ ഈ മിനിറ്റ് തന്നെ അവരെ ഏതെങ്കിലും ഒരു കണക്ട് ചെയ്തു കൊടുത്ത് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. ആ രീതിയിൽ ഈ പ്രസ്ഥാനം പന്തലിച്ച് വെറുതെ വരട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ നിങ്ങൾ എല്ലാ ആശീർവാദത്തിലും ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിജു സർ. സോ ഹാപ്പി മോർണിംഗ്. വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരെയും കാണുന്ന സമയത്ത്. ഞാൻ BNA റെപ്രസെന്റ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ BNA ഉണ്ട്, പിന്നെ ഒരുപാട് മറ്റുള്ള ഓർഗനൈസേഷൻ ഉണ്ട്. നമ്മുടെ പയ്യന്നൂരിലെ ഒരുവിധം എല്ലാവിധ ആൾക്കാരും, ബിസിനസ് രംഗത്തും സാമുദായിക എല്ലാ രംഗത്തുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട്, സാംസ്കാരിക രംഗത്തുള്ള ആൾക്കാരുണ്ട്. അപ്പൊ BNA എന്ന് പറയുന്നത് 79 രാജ്യങ്ങളുടെ ഓർഗനൈസേഷനാണ്. മറ്റുള്ള ബിസിനസ് ഓണേഴ്സിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, അവരെ സ്കെയിലപ്പ് ചെയ്യാം എന്നുള്ളതാണ് BNAയുടെ മെയിൻ ആയിട്ടുള്ള ഒരു മിഷൻ എന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ബിജു, നമ്മുടെ സുഷാന്ത് സെറാമിക്സ്, നമുക്കറിയാം പയ്യന്നൂര് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പൊ അതിന്റെ കജരിയുടെ വിപുലീകരിച്ച ഈ ഷോറൂമിന്റെ ഇനോഗ്രേഷനും അതിന്റെ കൂടെ നിങ്ങളൊക്കെ കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ മനസ്സിലായി ഒരുപാട് കൊളാബറേഷൻ, ലക്ഷ്മണ ആയിട്ടും ഒരുപാട് ആൾക്കാരുടെ കൊളാബറേഷൻ ബിജു ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് BNA മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഈ ഒരു ഷോറൂം എന്ന് പറയുന്നത് നമ്മുടെ ഷോറൂമാണ്. ബിജുവിന്റെ ഈ ഒരു സ്ഥാപനത്തെ, സുഷാന്ത് സെറാമിക്സിനെ അടുത്ത ലെവലിലേക്ക് വളർത്തുക എന്നുള്ളത് നമ്മളെല്ലാം കർത്തവ്യമാണ്. കാരണം അദ്ദേഹം തന്നെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡറാണ്. സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ജോലി നൽകുന്നുണ്ട്, ഒരുപാട് ജോലി സാധ്യതകൾ സൃഷ്ടിക്കുന്നുണ്ട്, ഒരുപാട് ഡെവലപ്മെന്റ് സൃഷ്ടിക്കുന്നുണ്ട് നമ്മുടെ ഈ പറഞ്ഞ സുഷാന്ത് സെറാമിക്സ്. ഇനി ഈ സ്ഥാപനം എന്നുള്ളത്, ഇത് നമ്മുടെ ആ ഗ്രോത്ത് എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആൾക്കാർക്കും, ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റിയതിലും പരിചയപ്പെടുന്നതാണ്. കാരണം ഇവിടെ കജറിയുടെ ഒഫീഷ്യൽസ് ഉണ്ട്, ഈ പറയുന്ന ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന സ്ഥലത്ത് വന്ന് ഒരുമിച്ച് കാണാൻ വേണ്ടി പറ്റി. അങ്ങനെ പയ്യന്നൂരിന് ഏറ്റവും നല്ല ഒരു സാമ്പത്തിക സ്ഥലമായിട്ടും ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്തോഷത്തോടെ നിൽക്കുന്ന ഹാപ്പിനെസ് ഉള്ള ഒരു സ്ഥലമാക്കി മാറ്റാൻ ഇതുപോലെയുള്ള കച്ചവടക്കാർ, ബിസിനസ്സുകാരുടെ ഹെൽപ്പാണ് സൊസൈറ്റിക്ക് ഏറ്റവും കൂടുതൽ. അതിന് സുഷാന്ത് സെറാമിക്സിന് ഏറ്റവും നല്ല രീതിയിൽ തന്നെ
കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ, ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. താങ്ക് യു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ലെൻസ്ഫെഡിന്റെ എൻ്റെ പേര് ശശി എന്നാണ്. ലെൻസ്ഫെഡിന്റെ പയ്യന്നൂർ ഏരിയയുടെ പ്രസിഡന്റാണ്. പയ്യന്നൂരിൽ 6 യൂണിറ്റാണുള്ളത്. കണ്ണൂർ ജില്ലയിൽ 36 യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിൽ ഏരിയയുടെ പ്രസിഡന്റാണ്. സുശാന്ത് സെറാമിക് വളരെയേറെ വർഷങ്ങളായി വിശ്വസ്തമായ ഒരു സ്ഥാപനമായി ടൈൽ രംഗത്ത്, സെറാമിക് രംഗത്ത് വളരെ വിശ്വസ്തയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി വളർന്നു വന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സഹയാത്രികനായി കുറേ വർഷങ്ങളായി ഞാനും അവരോടൊപ്പം തന്നെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിൽ നമുക്ക് യാതൊരുവിധ പരാതികളും ഇല്ലാത്ത വിധത്തിൽ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഗുണമായി ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഈ ഒരു സംരംഭത്തിന് ലെൻസ്ഫെഡിന്റെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നമ്മുടെ കുറേ മെമ്പർമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരെയും ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സംരംഭം കൂടുതൽ പേരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഓരോരുത്തർക്കും പേരെടുത്ത് പറയുന്നില്ല, ഓരോരുത്തർക്കും നന്ദി അറിയിച്ചു കൊടുക്കുന്നു. സുശാന്ത് സെറാമിക്സുമായിട്ട് ഞങ്ങൾ ഏകദേശം 15 വർഷത്തോളമായിട്ടുള്ള ഇത്രയും നല്ലൊരു സ്റ്റുഡിയോ ഇവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ടാക്കുന്നത് എല്ലാവിധ അതുപോലെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയ മറ്റു എല്ലാ ആൾക്കാർക്കും